ജെനിക്ക് കേട്ടതൊന്നും വിശ്വസിക്കാൻ കഴിയുന്നില്ലായിരുന്നു. കോടീശ്വരനായ ധ്രുവ താലി കെട്ടിയവൾ ഇങ്ങനെ ആരുമില്ലാതെ കരയുകയായിരുന്നു പാറു. മെല്ലെ ജെനി അവളുടെ തോളിൽ കൈമുറുക്കി. പിന്നെ പിന്നെ എങ്ങനെ മോളെ നീ? പറയാം, എല്ലാം പറയാം ജെനി. എനിക്ക് ആരോടെങ്കിലും ഒക്കെ പറയണം. എന്നിട്ട് മനസ്സ് തുറന്ന് കരയണം. സങ്കടമൊക്കെ ഒഴുക്കി കളയണം. ഇനി വയ്യടാ, ഒക്കെ ഉള്ളിലൊതുക്കാൻ ഇനി വയ്യ. ആ പൊട്ടിപ്പെണ്ണ് കാത്തിരുന്നു ജെനി. ഒത്തിരി നോക്കിയിരുന്നിട്ടും പറഞ്ഞ ദിവസം അവളുടെ ശ്രീയേട്ടൻ വന്നില്ല. എന്തേലും അപകടം പറ്റി കാണുമോ എന്ന് പേടിച്ചു. അല്ലാതെ അവളെ കാണാതിരിക്കാൻ കഴിയില്ലായിരുന്നു. ഫോണെടുത്ത് ഒരു 100 ആവർത്തി ആ നമ്പറിലേക്ക് വിളിച്ചു. നിലവിലില്ല എന്ന് പറഞ്ഞു. വെറുതെ ഒന്ന് ചിന്തിച്ചു നോക്കി. ഇനി എന്നെ ചതിച്ചതാവുമോ? അവളുടെ ശ്രീയേട്ടന് അതിന് പറ്റില്ല എന്ന് തന്നെ ഉറച്ചു വിശ്വസിച്ചു. ഒടുവിൽ സഹിയേട്ട ഓഫീസിലെത്തി. അവിടെ ശ്രീയേട്ടൻ കസേരയിൽ അവളായിരുന്നു, ഗായത്രി. മാധവൻമാവയുടെ ഫാമിലി ഫ്രണ്ടിൻ്റെ മകൾ. ഇടയ്ക്ക് ഓഫീസിലേക്ക് വരാറുണ്ടായിരുന്നു. ശ്രീയേട്ടനോട് അമിത സ്വാതന്ത്ര്യം എടുക്കുന്നത് പലപ്പോഴും കണ്ടിട്ടുണ്ട്. തിരിച്ചു പക്ഷെ ശ്രീയേട്ടൻ മിതമായിട്ടാണ് പെരുമാറിയിരുന്നത്. ഗായത്രിയുടെ ചെയ്ത് കണ്ടിട്ടും ചോദിക്കാൻ പേടിച്ച് പലപ്പോഴും അസ്വസ്ഥയായിട്ടുണ്ട്. കണ്ടതും അവൾ എന്നോട് കാര്യമന്വേഷിച്ചു. ശ്രീ സാർ. ഓ, ധ്രുവിനെ അന്വേഷിച്ച് വന്നതാണോ? അപ്പൊ കൊച്ചൊന്നും അറിഞ്ഞില്ലേ? അവൻ പോയി. ഒരു ബിസിനസ് ടൂർ കഴിഞ്ഞ് വന്ന അന്ന് വൈകിട്ട് തന്നെ പോയോ? എവിടേക്ക്? ജോർദാൻ. അവന്റെ ഫാമിലി മൊത്തം അവിടെയല്ലേ. തന്നെയുമല്ല, ഈ മാസം അവസാനം ഞങ്ങളുടെ എൻഗേജ്മെന്റും. 2 ഫാമിലിയും തമ്മിൽ എന്നെ തീരുമാനിച്ചതാ. ഇല്ല ഗായത്രി, ഇങ്ങനെയൊന്നും എന്നോട് പറയില്ലേ പ്ലീസ്, ഞാൻ ചത്തുപോവും. ചേടാ, തനിക്കിത് എന്താ പറ്റിയേ? അവൻ പോയതിന് നിനക്കെന്താ? ശ്രീയേട്ടൻ അങ്ങനെ പോവില്ല. എന്നെ ഇവിടെ വിട്ടിട്ട് ഒരു വാക്ക് പറയാതെ പോവില്ല. നിന്നോട് പറഞ്ഞിട്ട് പോവാൻ നീ ആരാ? അവന്റെ കെട്ടിയോളോ? അതെ, ദാ ഈ താലി എന്റെ കഴുത്തിൽ കെട്ടിയത് ശ്രീയേട്ടനാ. ഹൃദയം കൊണ്ടാ ഞാനത് ഏറ്റുവാങ്ങിയേ. വാട്ട്? നിന്നെ താലി കെട്ടിയിട്ട് പിന്നെ എന്തിനാ അവൻ ഞാനുമായുള്ള എൻഗേജ്മെന്റിന് സമ്മതിച്ചത്? ഉള്ളിൽ 1000 മുള്ളു കുത്തിയിറങ്ങുന്ന പോലെ ഉണ്ടായിരുന്നു എനിക്ക്. ഞാൻ എല്ലാം വിശദമായിട്ട് ചോദിക്കാൻ പാർവണ അവനോട്. എന്തിന്റെ പേരിലാ അവനൊരു പാവം പെണ്ണിനെ ഇങ്ങനെ? ഇത് അവന്റെ സ്ഥിരം പരിപാടിയായിരുന്നു പാർവണ. എല്ലാം നിർത്തിയെന്ന് പറഞ്ഞതാ ഞാൻ ഈ വിവാഹത്തിന് സമ്മതിച്ചത്. എന്നിട്ടിപ്പോ ഒന്നും എനിക്കിപ്പോൾ കേൾക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. എങ്ങനെയോ വീടെത്തി. കരയാനല്ലാതെ എനിക്ക് എന്തിനു കരയും? പിറ്റേ ദിവസം ഗായത്രി എന്നെ കാണാൻ വന്നിരുന്നു. പ്രതീക്ഷയോടെ ഓടിച്ചെന്നു എൻ്റെ ശ്രീയേട്ടൻ പറഞ്ഞു വിട്ടതറിയാൻ, വരാൻ പറ്റാത്തതിൻ്റെ കാരണമറിയാൻ. ചിന്തിച്ചു കൂടിയതൊക്കെ എന്ത് വിഡിത്തമാണ് എന്നോർത്ത് പൊട്ടി ചിരിക്കാൻ. പക്ഷെ കണ്ടത് നീട്ടിപ്പിടിച്ചൊരു ബ്ലാങ്ക് ചെക്കാണ്. 5 ദിവസം കൂടെ കഴിഞ്ഞതിന് ശ്രീയേട്ടൻ കൊടുത്തുവിട്ട സമ്മാനം. ഒപ്പം അവരുടെ എൻഗേജ്മെൻ്റ് ഇൻവിറ്റേഷൻ കാർഡും. പിന്നെ ഇനി ശ്രീയേട്ടനെയും ഓർത്ത് ജീവിതം കളയരുതെന്ന വിലപ്പെട്ട ഉപദേശവും. തകർന്നു പോയിരുന്നു ജെനി ഞാൻ. അപ്പോഴും ഒരു വിശ്വാസം ഉള്ളിൽ കിടന്നു. എന്തെങ്കിലും ശ്രീയേട്ടൻ വരും, ഗായത്രി പറഞ്ഞതെല്ലാം കള്ളമാണെന്ന് പറഞ്ഞ് എന്നെ കൂട്ടിക്കൊണ്ടു പോകുമെന്നൊക്കെ. പിന്നെ അറിഞ്ഞു ആ ദിവസങ്ങളിലെ ആ മനുഷ്യൻ്റെ സ്നേഹം എൻ്റെ ഉദരത്തിൽ നാമ്പെടുത്തു തുടങ്ങിയിട്ടുണ്ടെന്ന്. അതോടുകൂടി ഞാൻ ആർക്കും വേണ്ടാത്തവളായി. അമ്മൂമ്മ എന്നെ കരുതി ഹൃദയം പൊട്ടി മരിച്ചു. ഈ പാപി കാരണം എല്ലാം നശിച്ചു. എന്നിട്ടും അവസാനത്തെ ശ്രമം ഗായത്രി വഴി എൻ്റെ അവസ്ഥ ശ്രീയേട്ടനെ അറിയിക്കാൻ ശ്രമിച്ചു. അപ്പോഴേക്കും ആ സ്ഥാപനം തന്നെ വിറ്റ് അവർ എല്ലാവരും പോയിരുന്നു. ചാവൻ പേടിയായിരുന്നു ജെനി. ഉള്ളിലെ ജീവനെ കൊല്ലാൻ മനസ്സ് വന്നില്ല. അപ്പോഴാ നിന്നെ വിളിച്ച് ഇങ്ങോട്ട് പോകുന്നത്. പോരുമ്പോഴും അവിടുത്തെ അഡ്രസ്സ് കൊടുത്ത് അമ്മായിയോട് ശ്രീയേട്ടൻ വന്നാൽ കൊടുക്കാൻ ഏൽപ്പിച്ചിരുന്നു. പൊട്ടിപ്പെണ്ണിൻ്റെ പഴുക്കിനാവുകൾ. പിന്നെ തിരിച്ചറിയുകയായിരുന്നു എനിക്കാണ് തെറ്റുപറ്റിയതെന്ന്. കുഞ്ഞിന് വേണ്ടി മാത്രം ജീവിക്കുകയായിരുന്നു. അപ്പോഴാണ് അയാൾ വീണ്ടും എനിക്ക് കൽപ്പിച്ചു തന്ന ശത്രുസ്ഥാനം എന്താണെന്ന് മാത്രം മനസ്സിലായില്ല. ഒരിക്കൽ എല്ലാം കൊടുത്ത് സ്നേഹിച്ചതിനുള്ള സമ്മാനമാവും. കടലിനേക്കാൾ പ്രശുദ്ധമായി ജെനിയുടെ മനസ്സ്. എന്ത് പറഞ്ഞ് ആശ്വസിക്കണം ആ പാവത്തിനെ എന്നവൾക്ക് അറിയില്ലായിരുന്നു. വാക്കുകൾക്കായി പരതിയപ്പോഴും നിരാശയായിരുന്നു ഫലം. ഒരു വാക്കിനും അവളുടെ ഉള്ളിലെ തീയണയ്ക്കാൻ കഴിയില്ല എന്ന് അവൾ അറിയുകയായിരുന്നു. വീട്ടിലെത്തിയതും പാർവണ കുഞ്ചൂസിനെ നോക്കി. തൊട്ടിൽ കിടന്നുറങ്ങുകയാണ്. കാലിലൊന്ന് മുത്തിയപ്പോൾ ഉണ്ടായ അലോസരത്തിൽ വായിലിട്ട വിരൽ നുണഞ്ഞെടുക്കുന്നുണ്ടായിരുന്നു. ഒന്ന് മൂളിയപ്പോൾ വീണ്ടും ഉറക്കത്തിലേക്ക് വീണു. മെല്ലെ മാറ്റാനുള്ള ഡ്രസ്സുമെടുത്ത് ബാത്റൂമിൽ കയറുമ്പോൾ അറിഞ്ഞിരുന്നു ഉള്ളാകെ ശാന്തമായത്. മെല്ലെ ഷവറിന് ചുവട്ടിൽ നിൽക്കുമ്പോഴും തെല്ല് സമാധാനം തോന്നിയിരുന്നു. എല്ലാം പറഞ്ഞ് സങ്കടങ്ങൾ ഒഴുക്കിക്കളഞ്ഞതിൻ്റെ ആശ്വാസം ശരിക്ക് തോന്നി. ഇന്ന് നടന്നതെല്ലാം മറന്ന് ആ പെണ്ണ് കുഞ്ചൂസിനെ മുഖമോർത്ത് വേഗം കുളിച്ചിറങ്ങിയപ്പോഴേക്ക് കുഞ്ഞുണർന്ന തൊട്ടിൽ കിടന്ന് കളിക്കുന്നുണ്ടായിരുന്നു. മെല്ലെ ഇളകുന്ന തൊട്ടിക്കനുസരിച്ച് നിലത്ത് ഇറ്റി വീഴുന്ന ഉണ്ണിമൂത്രം കണ്ട് പാറുവിൻ്റെ ചുണ്ടിൽ ചിരി വന്നു. എടാ വീര, നീ പണി ഒപ്പിച്ചൂലേ? എവിടെ വടി? മോണകാട്ടി ചിരിച്ച് മയക്കുന്നുണ്ടായിരുന്ന കുഞ്ചൂസ് വേഗം എടുത്ത് ഞെക്കർ മാറ്റി ഇടിച്ചപ്പോഴേക്ക് കണ്ടു പാലിനായി പരതുന്നത്. ദേ കൊച്ചേ, കുളി കഴിഞ്ഞ് തള്ളിയൊന്നും കുടിക്കാണ്ട് കൊച്ചിന് പാല് കൊടുക്കാതെ എത്ര തവണ പറഞ്ഞതാ? അതിന് ഗ്രഹണി വരും. എന്നാ ഈ ചായ കുടിക്ക്.
പാർവണ ചിരിച്ച് അന്നമ്മച്ചേടത്തിയെ നോക്കി. അന്നമ്മച്ചേടത്തി കൈ നീട്ടിയപ്പോൾ കുഞ്ചൂസ് വേഗം അമ്മയുടെ തോളിൽ ചാഞ്ഞിരുന്നു. എന്നിട്ടൊരു കള്ളനോട്ടം കൊണ്ട് അന്നമ്മച്ചേടത്തിയെ നോക്കുന്നുണ്ടായിരുന്നു. എൻ്റെ ഇടയ്ക്ക് വരാൻ മേലേ? ആ, നാളെ അമ്മ അങ്ങ് പോകുമ്പോൾ ആരാ എടുക്കുന്നതെന്ന് കാണാലോ. കപടഗൗരവം നിറച്ച് ചുണ്ടു കൂർപ്പിക്കുന്ന അന്നമ്മച്ചേടത്തിയെ കണ്ടു പാർവണ ചിരിച്ചു. ജീവിതത്തിൽ ലഭിക്കുന്ന ചില ബന്ധങ്ങൾ രക്തബന്ധത്തെക്കാൾ ഉള്ളിൽ വേരുറയ്ക്കും. സ്വന്തം അമ്മയെപ്പോലെ തന്നെയായിരുന്നു അവർക്ക് അന്നമ്മച്ചേടത്തി. ഈ കപട ഗൗരവവും ബഹളവും മാറ്റി നിർത്തിയാൽ വെറും പാവം. ഹാളിൽ നിലത്തിരുന്ന കളിപ്പാട്ടം കൊണ്ട് നിലത്തടിച്ച് ആ ശബ്ദം കേട്ട് ചിരിക്കുന്ന കുഞ്ചൂസിനെ സൂക്ഷ്മം നോക്കുകയായിരുന്നു ജെനി. ശരിക്കും ധ്രുവ് സാറിനെ പറിച്ചു വെച്ച പോലെ. ഇത്രയും നാൾ ധ്രുവ് സാറിൻ്റെ മുഖം എവിടെയോ കണ്ടുമറന്ന പോലെ തോന്നിയിരുന്നു. ഇപ്പോഴാണ് മനസ്സിലായത് ഈ കുഞ്ഞു മുഖത്താണ് അതെന്ന്. ഇത്ര സാമ്യം കാട്ടുന്നത് കണ്ടിട്ടില്ല. പാർവണയുടേതായ ഒരു ചായയും കുഞ്ഞിന് കിട്ടിയിട്ടില്ല. ഇത് ശ്രീധ്രുവ് മാധവ് മാത്രമാണ്. അയാൾ ചെയ്തതോർത്ത് ഉള്ളിൽ ദേഷ്യം നുറഞ്ഞു പൊന്തിയെങ്കിലും കുഞ്ഞിനോട് അതിയായ വാത്സല്യം തോന്നിയിരുന്നു ജനിക്ക്. ഒരു കൂടപ്പിറപ്പിനേക്കാൾ തന്നെ മനസ്സിലാക്കി കൂടെ നിൽക്കുന്ന തൻ്റെ പാറുവിൻ്റെ മകൻ അവൾക്കും ജീവനായിരുന്നു. മെല്ലെ ആ കുഞ്ഞിക്കൈയിൽ മുത്തിയപ്പോൾ കയ്യിൽ കിട്ടിയ കളിപ്പാട്ടമെടുത്ത് അവളുടെ മുഖത്തേക്ക് അടിച്ചതും ഒരുമിച്ചായിരുന്നു. അച്ഛൻ്റെ പോലെ മറ്റുള്ളവരെ ദ്രോഹിച്ച് പഠിക്കണ്ട കേട്ടോ ആൻറ്റിയുടെ കുഞ്ചൂസ്. എൻ്റെ പാർവണ അമ്മയെ പോലെ തൊട്ടാവാടിയും ആവണ്ട, ആൻറ്റിയെ പോലെ തൻ്റെടി ആയാൽ മതി കേട്ടോ. ഒന്നും മനസ്സിലാവാതെ മോണ കാട്ടിച്ചിരിക്കുന്ന കുഞ്ഞിനെ അപ്പോഴേക്കും വാരിയെടുത്തു ജെനി. രാവിലെ എണീറ്റത് മുതൽ ഓഫീസിൽ പോകേണ്ട കാര്യം ആലോചിച്ച് ടെൻഷനടിച്ചിരിക്കുമായിരുന്നു പാറു. ജോലികൾ ചെയ്യുമ്പോഴൊന്നും ശരിയാവാത്ത പോലെ കൈകൾ മനസ്സിനൊപ്പം എത്തുന്നില്ലായിരുന്നു. ഒരുവിധം എല്ലാം തീർത്ത് കുഞ്ചൂസിന് ഉമ്മയും കൊടുത്ത് ജെനിയുടെ കൂടെ കമ്പനി വണ്ടിക്കായി കാത്തു നിൽക്കുമ്പോൾ ഹൃദയം വല്ലാതെ മിടിക്കുന്നുണ്ടായിരുന്നു. ജെനിയും ഒന്നും മിണ്ടാതെ നിൽക്കുകയായിരുന്നു. അപ്പോൾ കണ്ടു ദൂരെ നിന്ന് വരുന്ന കമ്പനി ബസ്. തുടരും. ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം ഉണ്ടായിരിക്കുന്നതാണ്. എല്ലാവരും നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് കഥയ്ക്കായി കാത്തിരിക്കണേ.